ടോണിക്കുട്ട എണീക്കണ ഇതിന്റെ അവസാനമാണ്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. അപ്പൊ തുടങ്ങാം. ഇപ്പൊ തൃക്കാക്കര മണ്ഡലത്തില് അഖിൽമാരാർ അറിയില്ലേ? ആരാണ് അയാൾ? ആരാണ് അയാൾ? അയാൾ ആരാണ്? ആരാത്? അഖിൽമാരാർ അറിയോ? അഖിൽമാന മാനേ മധുര കരിമ്പ് മലർത്തേനെ മദന കുഴമ്പ്. ഞാൻ ആരായി? മണ്ടൻ, മരമണ്ടൻ. അഖിൽമാരാർ അഖിൽമാനെ അറിയൂല. പോയി ചത്തുടടാ. അതായത് ഇപ്പൊ അഖിൽമാരാറാണ് 2020 ആയിട്ട് മത്സരിച്ചോണ്ടിരിക്കണ ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. അതിന് ഞാൻ എന്ത് വേണം? അപ്പൊ അഖിൽമാരാർ ജയിക്കും തോന്നുന്നുണ്ടോ? ജയിക്കും, ഉറപ്പാണ്. ആരാധകരെ കണ്ട അഖിൽമാരാർ ആരാന്ന് പറഞ്ഞു? അതാരാ? എന്റെ അമ്മാച്ചന്റെ തേങ്ങ വീണപ്പോഴും ആദ്യം ഇതുപോലെ ആയിരുന്നു. ആരാന്ന് പിന്നെ എന്ത് ജയിക്കും ചേച്ചി? അഖിൽമാന്റെ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. അഖിൽമാരാർ ആരാന്നറിയില്ല? ഇല്ല, കണ്ടിട്ടില്ല. അവസാനം തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുന് ഇനിയും ജീവിതം ബാക്കി. കണ്ടിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് ജയിക്കും പറഞ്ഞു? ഉറപ്പുണ്ട് ജയിക്കുമെന്ന്. വിശ്വസിക്കാം. വിശ്വാസം അതൊക്കെയാണല്ലോ എല്ലാം. അറിയില്ല, പിന്നെ എന്തുകൊണ്ട് ജയിക്കും പറഞ്ഞത്? ജയിക്കുമെന്ന് എന്റെ മനസ്സ് പറയണു. എനിക്ക് വായി തോന്നുന്ന ക്യാമറ ആരാന്നറിയില്ലല്ലോ, പിന്നെ എന്താ ആഗ്രഹിക്കുന്നത്? ആരാന്ന് വെച്ചാ ഞാൻ എന്ത് പറയാനാ? അഖിൽമാരാർ ആരാന്നറിയില്ല? ഇല്ല, ഒന്ന് കാണിച്ചെന്നേ. എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഷ്ടം. എന്നാലും നിങ്ങളുടെ ഒരു തൊലിക്കെട്ടി. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണം തോന്നി കഴിഞ്ഞാൽ ഞാൻ പോയി സ്വന്തമായിട്ട് മത്സരിച്ചോളാം. പറഞ്ഞത് കേട്ടല്ലോ. സ്വാമിയെ പോലെ സ്വഭാവ ശുദ്ധിയുള്ള ഒരാള് പറയുന്നത് അക്ഷരം പ്രതി കേട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ആദ്യം നമുക്കൊരു നിലപാട് വേണം. വെറുതെ ചിരിപ്പിക്കരുത്. അടുത്ത ആള് വാ. ചേട്ടൻ തൃക്കാക്കരക്കാരനല്ലേ? അഖിൽമാരാറാണ് മത്സരിക്കുന്നത്. അഖിൽമാരാർക്ക് വെല്ലുവിളിയായിട്ട് ആരാ വരിക? ഈ നാടാകെ അവന് വെല്ലുവിളിയാ. അങ്ങനെ അങ്ങ് പേടിച്ചാലോ? വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കൂട്ടി പേടിപ്പിക്കല്ലേ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ഈ നാട് മൊത്തം അവനെതിരാ. എന്താ ഉറക്കം വരുന്നു? എന്ത് ക്വാളിറ്റി അവനുള്ളൂ, എന്ത് രാഷ്ട്രീയം ഉള്ളത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടോ, വലതുപക്ഷ രാഷ്ട്രീയം ഉണ്ടോ, അല്ലെങ്കിൽ മിഡിലായിട്ട് നിൽക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. കവി എന്താ ഉദ്ദേശിച്ച തെളിച്ച BJPക്ക് വേണ്ടിയിട്ട് കോടാലി കൈയായിട്ട് മാറണേനാള്. എന്റെ കർത്താവേ, ഇപ്പൊ വെളുക്കാൻ തേച്ചത് പാണ്ടായി. അത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഓടൂല. നല്ല ഉപദേശം ആയിരിക്കും. നാളോട് ചെന്ന് പറയും. പോത്തിനോടാണോ വേദം ഓതുന്നത്? അതാണ് അഖിൽമാരാരെ കുറിച്ച് എനിക്കുള്ള അഭിപ്രായം. ചേട്ടാ അഖിൽമാരാരെ കുറിച്ച് എന്താ അറിയാ? ഞാൻ പറയാൻ ആരായവൻ? ദേവേന്ദ്രൻ മുത്തുപെട്ടോ? അതില്ല, ബിഗ് ബോസിൽ ഏതാണ്ട് കൺസൂൺസ് കാണിക്കുന്നുണ്ടായി. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. അത്രേ ഉള്ളൂ. കാരണം BJPയുടെ സബ് ഏജന്റാണ് ഇവൻ. ഞാനും ചാണകം, നിങ്ങളും ചാണകം. എന്നെ കൊണ്ടൊന്നും കൂട്ടിക്കാൻ പറ്റില്ല. തന്നെ തന്നെ ഉണ്ടാക്കിയാൽ മതി. അഖിൽമാരാരുടെ വിജയസാധ്യത എത്രത്തോളം ഉണ്ട് തൃക്കാക്കര മണ്ഡലത്തില്? വിജയസാധ്യത വളരെ കുറവാണ് അഖിൽമാരാർക്ക്. കാരണം തൃക്കാക്കര ഒരു രാഷ്ട്രീയമായി വളരെ കോൺഷ്യസ് ആയ ഒരു മണ്ഡലമാണ്. നിങ്ങക്ക് മലയാളം അറിയാമോ? അറിയാം. എന്നാ പിന്നെ മലയാളത്തിൽ പറഞ്ഞാ പോരെ? ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് സ്പീച്ച് വന്നിരിക്കുന്നു. ബിഗ് ബോസ് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇതിലുള്ളത് കൊണ്ട് പ്രത്യേകമായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ പ്രതീക്ഷയും പോയി. അതുകൊണ്ട് ജയസാധ്യത കാര്യമായില്ല. ചേട്ടന്റെ വീട്ടിൽ നിന്ന് അറിയാതെ ആൾക്കാരെ വോട്ട് കൊടുക്കും. നടക്കുന്ന കാര്യം വല്ലോണ്ട് പറടാ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നു. ബിഗ് ബോസ് കാണുന്ന ആരെങ്കിലും വീട്ടില്? ബിഗ് ബോസ് കാണുന്നവരൊന്നും ഇല്ല ഇപ്പൊ. ടാറ്റാ ഗുഡ് ബൈ ഗയ. ബിഗ് ബോസ് കണ്ടവരൊക്കെ വീട്ടിൽ നിന്ന് വോട്ട് കൊടുക്കുന്നതാണ് അഖിൽമാരാർ പറഞ്ഞത്. നോക്കിയിരുന്നോ? അതാണ് തെക്ക്. നമ്മുടെ ബിഗ് ബോസ് കാണുന്ന യുവതലമുറയാണെങ്കിൽ പോലും അവരും രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരാണ്. കംപ്ലീറ്റ് നെഗറ്റീവ് ആണല്ലോ. അഖിൽമാരാരുടെ വിജയസാധ്യത തൃക്കാക്കര മണ്ഡലത്തിൽ എത്രത്തോളം ഉണ്ട്? ഒട്ടും സാധ്യതയില്ല. ഇവിടെ തൃക്കാക്കരയുടെ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വർഗീയവാദികൾക്ക് പറ്റിയതല്ല. ഇത് പറയണോടാ. അതല്ലേ പറഞ്ഞത്. 2020 എന്നുള്ളതിന്റെ ബാനറിൽ അഖിൽമാരാർ മത്സരിച്ചാലും അഖിൽമാരാർ സംഘിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ആരാണേലും ചിരിച്ചു പോകും. പിന്നെ നാണക്കെടുത്തി. അതുകൊണ്ട് ഈ മണ്ഡലത്തില് അദ്ദേഹത്തിന്റെ പരിപ്പ് വേവില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ബിഗ് ബോസ് കണ്ടവരൊക്കെ അഖിൽമാരാർക്ക് വോട്ട് കൊടുക്കുന്ന ഒരിക്കലും ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല. എന്താ കേരളത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഗോസിപ്പുകൾ കണ്ടുകൊണ്ടൊന്നും വോട്ട് ചെയ്യണവരല്ല. നിന്റെ ഒരു നമ്പറും എന്റെ അടുത്ത് ഏക്കില്ല മോനെ. നീ ആപ്ലിക്കേഷൻ കൊടുത്ത കോളേജിലെ പ്രിൻസിപ്പാളാ ഞാൻ. ചേട്ടന്റെ ഒരു കാഴ്ചപ്പാടില് എത്ര വോട്ട് അഖിൽമാരാർക്ക് കിട്ടും?
എല്ലാരും അബദ്ധത്തിന് കുറച്ച് പേര് ചെയ്താലുണ്ട്. അത്രേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. നിലം തൊടാതെ പൊട്ടുക. എന്നാലും ഉറപ്പാണ്, എഴുതി വെച്ചോ. ഇത് പാപ്പട കുഴപ്പമാവൂല്ലേ? ഉറപ്പാണ് പൊട്ടും. എല്ലാവരും കൂടി എന്നെ കളിയാക്കി കൊല്ലുക. അഖിൽ മാരാർ എന്ന് പറഞ്ഞ പിക്ചറിൽ ഇല്ലാത്ത ആളാണ്. കളിയാക്കാൻ മാത്രം അറിയാവുന്ന പൂർ ഇന്ത്യൻസ്. അഖിൽ മാരാർക്ക് ഒരു ഇതുമില്ല. വേറെ ആരെങ്കിലും നിർത്തിയാൽ ഇത്തിരി വോട്ടെങ്കിലും BJP കിട്ടിയാണ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ചേട്ടന് വീട്ടിൽ നിന്ന് വോട്ടില്ല അഖിൽ മാരാർക്ക്? ഇല്ലില്ല. സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. അയ്യോ